Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with a short story which is entitled as An Astrologer's Day, written by R.K. Narayan. Once again, welcome to the video. So I'm directly moving to the summary part. The story opens at the midday of an unnamed village in India. An astrologer opened his bag and spread out his professional equipment consists of a dozen of cowrie shells, a square piece of cloth, and obscure mystic charts on it, a notebook, and a bundle of Palmyra writing. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഒരു അൺനെയിംഡ് വില്ലേജ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു കഥ, അത്രയേ ഉള്ളൂ. ആൻഡ് ഇവിടെ അവർ ഓതർ ഹീസ് ഇൻട്രൊഡ്യൂസിങ് ആൻ ആസ്ട്രോളജർ, ഒരു ആസ്ട്രോളജറിനെയാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഒരു ആസ്ട്രോളജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജ്യോത്സ്യൻ അല്ലേ. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? സോ ഹി ഹാഡ് എ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ് വിത്ത് ഹിം. അയാളുടെ കയ്യിൽ പ്രൊഫഷണൽ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഡസൺ ഓഫ് കൗറി ഷെൽസ്, അതായത് ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ കാണുന്ന കവടി. അതുപോലെ തന്നെ എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത് വിത്ത് ഒബ്സ്ക്യൂർ മിസ്റ്റിക് ചാർട്ട്സ് ഓൺ ഇറ്റ്, അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു ഒബ്സ്ക്യൂർ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചാർട്ട് അയാളുടെ കയ്യിലുണ്ട്. വിച്ച് മീൻസ് എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്തിലാണ്, അതായത് ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോത്തിലാണ് ഈ ഒരു ചാർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എ നോട്ട് ബുക്ക്, ദെൻ എ ബണ്ടിൽ ഓഫ് പൽമൈറ റൈറ്റിംഗ്, അതായത് നമ്മുടെ താളി ഓല എന്ന് പറയില്ലേ, അപ്പോൾ അതെല്ലാം നമ്മുടെ ആസ്ട്രോളജറിൻ്റെ കയ്യിൽ ഉണ്ട്. His forehead was radiant with a sacred ash and vermilion, and his eyes sparkled with a sharp and abnormal gleam, which was an outcome of a continual searching look for customers, but which his simple client took to be prophetic light and felt comforted. അതായത് ഒരു ജ്യോത്സ്യൻ അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജറിനെ കാണുമ്പോൾ നമുക്ക് എന്താണ് അയാളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്? ഫിസിക്കൽ അപ്പിയറൻസ് എന്താണ്? അയാളുടെ ഭസ്മമൊക്കെ പൂശിയിട്ടുണ്ടാവും അയാളുടെ നെറ്റിയിൽ. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ആസ്ട്രോളജർ അയാളുടെ ഫോർഹെഡിൽ സേക്രഡ് ആഷ് പൂശിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഹിസ് ഐസ് ആണ്. അയാളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തെളിച്ചമുണ്ട്, ഒരു പ്രത്യേക ഒരു സ്പാർക്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു നേച്ചറാണ് അയാളുടെ കണ്ണുകൾക്കുള്ളത്. വിച്ച് മീൻസ് ഭയങ്കര ഷാർപ്നെസ് ഉള്ള ഒരു കണ്ണുകളാണ് അയാൾക്ക് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ലുക്കിംഗ് ഫോർ ദി കസ്റ്റമേഴ്സ്. അയാൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടിയാൽ മാത്രമേ അയാൾക്ക് നല്ലൊരു എമൗണ്ട് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഹീ ഈസ് ആക്ച്വലി കണ്ടിന്യൂസ്ലി വാച്ചിങ് ഫോർ ദി കസ്റ്റമേഴ്സ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഐസ്. അയാളുടെ ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് അയാൾ കസ്റ്റമേഴ്സിനെയാണ് പരതുന്നത്. പക്ഷേ ഇത് കാണുന്ന ഒരു ആസ്ട്രോളജിയിൽ വിശ്വാസമുള്ള ഒരാളാണ് അല്ലെങ്കിൽ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഇത്രയാണ്: അയാളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അയാളുടെ കണ്ണുകൾക്കുണ്ട്, ഒരു പെക്യുലാരിറ്റി ഉണ്ട് എന്ന് ഒരാൾ തെറ്റിദ്ധരിക്കും. ആക്ച്വലി പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അയാളുടെ കസ്റ്റമേഴ്സിനെ സെർച്ച് ചെയ്യുന്ന ആ ഒരു പവറാണ്. അതല്ലാതെ അയാൾക്ക് ആസ്ട്രോളജിയിലുള്ള പാണ്ഡിത്യമോ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഒന്നും അല്ല ആ കണ്ണുകളിലുള്ളത്. ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ അയാളുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ വലവീശി പിടിക്കാൻ നോക്കുന്നോ ആ ഒരു അട്രാക്ഷൻ മാത്രമേ ആ കണ്ണുകൾക്കുള്ളൂ എന്ന് ഓതർ പറയുന്നുണ്ട്. And the power of his eyes was considerably enhanced by their position, as they were placed between the painted forehead and the dark whiskers. പിന്നെ ഈ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അതായത് ഇതൊക്കെ ഒരു എഴുത്തിൻ്റെ ഒരു ഭംഗിയാണ്. അതായത് ആർ കെ നാരായൺ പറയുന്നത് ഈ കണ്ണുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഭസ്മം പൂശിയ ഈ നെറ്റിത്തടത്തിനും അതുപോലെ തന്നെ വിസ്കേഴ്സിനും, അയാളുടെ മീശ അല്ലെങ്കിൽ ഈ ഒരു താടി ആ ഒരു ഏരിയയും അതുപോലെ തന്നെ മുകളിൽ ഭസ്മം പുരട്ടിയ ആ ഒരു ഭാഗത്തിനും ഇടയ്ക്ക് തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ വരുമ്പോൾ എന്തായാലും ആളുകൾക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ അയാൾക്ക് തോന്നും. അയാൾക്ക് എന്തോ ഒരു പ്രവാചകൻ്റെ ഒരു കഴിവുണ്ട്, ഒരു പ്രൊഫറ്റിക് ലൈറ്റ് അയാൾക്കുണ്ട് എന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഹി റാപ്ഡ് ഹിസ് ഹെഡ് ഇൻ എ സാഫ്രോൺ കളർ ടർബൻ ആൻഡ് പീപ്പിൾ were attracted to him as bees are attracted to the cosmos or dahlia talks. അതായത് പിന്നെ പറയുകയാണ് അയാൾ ഒരു സാഫ്രോൺ കളറായിട്ടുള്ള ഒരു ടർബൻ, അതായത് ഒരു ടർബൻ വലിച്ച്
തലയിൽ കെട്ടിയിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് സാഫ്രോൺ കളറാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു മഹർഷി അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ ശാസ്ത്രം അറിയാവുന്ന ഒരാൾ എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ അപ്പിയറൻസ് നമ്മളുടെ ഈ ആസ്ട്രോളജറിനും ഉണ്ട്. സോ പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഹിം ആസ് ബീസ് ടു കോസ്മോസ് ഓർ ദാലിയ സ്റ്റോക്സ്. അതായത് ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവിൻ്റെ ഇടയിലേക്ക് എങ്ങനെയാണ് ബീസ് കൂട്ടായിട്ട് ചെല്ലുന്നത്, അതുപോലെ തന്നെ ഇയാൾ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. He sat under the boughs of a spreading tamarind tree which is close to public park in the town. പിന്നെ അയാൾ ഇരിക്കാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് പാർക്ക്, അതായത് ടൗണിലുള്ള പബ്ലിക് പാർക്കിൽ എന്താണ് എന്താ പറയുക, നല്ല ബൗസുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ശാഖകളുള്ള ഒരു ടമറിൻ ട്രീയുടെ അടിയിലാണ്. അതായത് ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ എന്താ പറയുക, എന്തോ ഒരു പ്രത്യേക കഴിവുള്ള, അതായത് ഈ വലിയ വലിയ ആളുകൾ, അതായത് ആളുകളെന്ന് പറയാൻ പറ്റില്ല, ഇപ്പം ലോർഡ് ബുദ്ധ, അതുപോലെ ജീസസ് ക്രൈസ്റ്റ്, ഇവരൊക്കെ അവരിരുന്ന് അവരുടെ ആയിട്ടുള്ള ആ ഒരു ഐഡിയാസ് ഷെയർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസ്സിലുള്ള പല കാര്യങ്ങളും അവർ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ട്രീസിൻ്റെ അടിയിൽ വെച്ചിട്ടാണ്. സോ ദിസ് പെർട്ടിക്കുലർ ആസ്ട്രോളജർ ഈസ് ആക്ച്വലി മേക്കിംഗ് യൂസ് ഓഫ് ദീസ് തിങ്സ്. അതായത് ഇത്തരത്തിലുള്ളൊരു ആംബിയൻസിൽ ഇരുന്നാൽ മാത്രമേ അയാളെ മറ്റുള്ളവരൊരു കംപ്ലീറ്റ് ലക്ഷണമൊത്ത ഒരു ആസ്ട്രോളജറായിട്ട് മാറ്റൂ എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പിൽ അയാൾ ഇരിക്കുന്നത് തന്നെ. ആൻഡ് ദിസ് പ്ലേസ് വാസ് ദി റൈറ്റ് പാത്ത് ടു ക്യാരി ഓൺ ഹിസ് ബിസിനസ് ആസ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി crowded with different trades and traders like medicine sellers, sellers of stolen hardware and junk, magicians, ക്ലോത്ത് സെല്ലേഴ്സ് എക്സെട്ര. അപ്പോൾ കൂടുതലും ഇദ്ദേഹം എന്താ പറയുക, ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചെങ്കിൽ ബിസിനസ് നടക്കുന്ന ഒരു മെയിൻ സ്ഥലത്ത് തന്നെയാണ്. അതായത് അവിടെ ഒത്തിരി ട്രേഡേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെഡിസിൻ സെല്ലേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഓഫ് സ്റ്റോളൻ ഹാർഡ്വെയർസ് ആൻഡ് ജങ്ക് ഉണ്ട്, അതുപോലെ മെജീഷ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോത്ത് സെല്ലേഴ്സ്, തുണി വെക്കുന്നവരുണ്ട്. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എല്ലാം, സെല്ലേഴ്സ് എല്ലാം അവരുടെ കാര്യങ്ങൾ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു അത്യാവശ്യം തിരക്കുള്ള ഒരു ബിസി ഏരിയ തന്നെയാണ് നമ്മുടെ ആസ്ട്രോളജറും ഇരിക്കുന്നത്. And this astrologer has no light of his own. He must depend on the neighboring vendors. അപ്പോൾ നമ്മുടെ ആസ്ട്രോളജറിന് സ്വന്തമായിട്ട് ലൈറ്റ് ഒന്നുമില്ല. അതായത് ഇരുട്ടി കഴിയുമ്പോഴേക്കും അയാൾ എന്തായാലും എണീറ്റ് പോകണം. കാരണം ഹി ഡിപ്പെൻഡ് ഓൺ ദി നെയ്ബറിങ് വെൻഡേഴ്സ്. തൊട്ടടുത്തുള്ള കടക്കാരുടെ അവർ കത്തിച്ച് വെച്ച വിളക്ക് അല്ലെങ്കിൽ അവരുടെ ലൈറ്റിൽ നിന്നാണ് ഇദ്ദേഹവും സന്ധ്യ ആകുമ്പോഴേക്കും ഇരിക്കുന്നത്. അവരെപ്പോൾ അവരുടെ ഷോപ്പ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നിർത്തുന്നോ അപ്പോൾ ഇദ്ദേഹവും എണീറ്റ് പോകണം. And actually, the astrologer knows nothing about astrology and he was not the real one. And he don't have any intention to becoming one. He doesn't know anything about the stars. ഇനി നമ്മുടെ ഓഥർ പറയുന്നുണ്ട്, നമ്മുടെ ആസ്ട്രോളജർ ശരിക്കും പറഞ്ഞാൽ ഒരു ആസ്ട്രോളജർ ഒന്നും അല്ല. അദ്ദേഹത്തിന് ഈ ആസ്ട്രോളജി ഒരു ജ്യോതിഷൻ ആവണം അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ ആവണം എന്നുള്ളൊരു ചിന്ത അയാൾക്ക് ഉണ്ടായിരുന്നേ ഇല്ല. അയാളുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഈ ഒരു പ്രൊഫഷൻ എടുക്കേണ്ടി വന്നത്. ആൻഡ് ഹി ഡസൻ നോ എനിത്തിങ് അബൌട്ട് ദി സ്റ്റാർസ്. നക്ഷത്രങ്ങളെ പറ്റിയോ അല്ലെ ഗ്രഹങ്ങളെ പറ്റിയോ, സാധാരണ ഒരു ജ്യോത്സ്യൻ അതിനെ പറ്റിയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇദ്ദേഹത്തിന് ഒരു കുന്തവും അറിയില്ല എന്ന് നമ്മളുടെ ഓഥർ നമ്മളോട് എടുത്തു പറയുന്നുണ്ട്. ഇനി ഹി കെയർഫുള്ളി ലിസൺസ് ടു കസ്റ്റമേഴ്സ് പ്രോബ്ലംസ് ആൻഡ് വറീസ് ആൻഡ് പ്രൊവൈഡ്സ് കംഫർട്ടബിൾ അഡ്വൈസ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് പിന്നെ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഹി കെയർഫുള്ളി ലിസൺസ് ടു കസ്റ്റമേഴ്സ് പ്രോബ്ലംസ്. അയാളുടെ അടുത്ത് വരുന്ന ആളുകളുടെ പ്രോബ്ലംസ് അയാൾ ശ്രദ്ധിച്ച് കേൾക്കും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. ആൻഡ് ഹി പ്രൊവൈഡ്സ് കംഫർട്ടബിൾ അഡ്വൈസ്. എന്നിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അഡ്വൈസ് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ മാറ്റർ ഓഫ് സ്റ്റഡി, പ്രാക്ടീസ് ആൻഡ് ഷ്രൂഡ് ഗെസ് വർക്ക്. അപ്പോൾ നമ്മുടെ ഓഥർ പറയുന്നുണ്ട്, ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കൈൻഡ് ഓഫ് സ്റ്റഡിയാണ്. ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക, അയാളുടെ ജീവിതചരിത്രം മൊത്തം നമ്മൾ അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് പ്രാക്ടീസാണ്. ആൻഡ് ചില ഗെസ് വർക്കുകൾ നമ്മൾ എടുത്ത് പറയുന്നു. അപ്പോൾ ആ ഗെസ് വർക്കുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശരിയാവുന്നു. സോ ഹി സെഡ് തിങ്സ് വിച്ച് പ്ലീസ്ഡ് ആൻഡ് അസ്റ്റോണിഷ്ഡ് എവരി വൺ. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമല്ല അല്ലെങ്കിൽ എല്ലാവരും സന്തോഷപ്പെടുത്തുന്ന കാര്യങ്ങൾ അയാൾ കൂടുതൽ ആളുകളോട്, അയാളുടെ കസ്റ്റമേഴ്സിനോട് പറയാൻ തുടങ്ങി. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഹി മാനേജസ് ടു ഏൺ മണി വിച്ച് ക്യാരീസ് ഹോം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ്. എല്ലാ ദിവസവും അയാൾ ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്നു, നല്ലൊരു എമൗണ്ട് അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. That is, on the other hand, he is a hardworking man and he has a special skill to analyze the problems of common people. Definitely, ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കുന്ന ഒരാൾ, അതായത് ആസ്ട്രോളജിനെ പറ്റി ഒന്നും അറിയില്ല, ഒരു ആസ്ട്രോളജർ അല്ല,
അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു പ്രൊഫഷനിൽ ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ പൈസ ഏൺ ചെയ്ത് ആസ് എ പാർട്ട് ഓഫ് ഒക്യുപ്പേഷൻ ആയിട്ട് അത് എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അയാളൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് അദ്ദേഹത്തൊരു സ്പെഷ്യൽ സ്കില്ല് തന്നെ അതിലുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവൂ. അയാളൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്, ഈവൻ ദോ ഇറ്റ് ഈസ് ഫേക്ക്. ആൻഡ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് അനലൈസ് ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. Therefore, he makes people believe that he has an unusual ability to tell people's fortunes. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്കില്ലൊക്കെ കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിലൊരു വിശ്വാസമുണ്ട്, മറ്റുള്ളവർക്കൊരു ധാരണയുണ്ട് ഇയാൾക്ക് എന്തൊക്കെയോ ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ള കഴിവുണ്ട്, ഇദ്ദേഹത്തെ എന്തൊക്കെയോ പ്രവചിക്കാനുള്ള വരമൊക്കെ ഇയാൾക്കുണ്ട് എന്നുള്ളൊരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. He had left his village without any previous thought or plan. If he had continued there, he would have carried on the work of his forefathers, that is farming. He had to leave home without telling anyone. ഇനി എങ്ങനെയാണ് അയാൾ ഇങ്ങോട്ട് വന്നതെന്നുള്ളതാണ്. അത് ഇത്രയും ആദ്യം പറയുന്നുള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പൂർവികർ ചെയ്തിരുന്ന ജോലി ഫാമിംഗ് ആണ്. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു നാട്ടിൽ വരുന്നു, ഇവിടെ വന്ന് സെറ്റിലാവുന്നു. ആൻഡ് മറ്റുള്ളവരോട് ആരോടും ഒരു യാത്ര പോലും പറയാതെ അദ്ദേഹത്തിൻ്റെ നാട് വിട്ട് ഈ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. And he had working analysis of mankind's troubles, marriage, money, and the tangles of human ties. Long practice had sharpened his perception. അയാൾക്ക് എല്ലാത്തിനെ പറ്റി നല്ല ധാരണയുണ്ട്, നല്ലൊരു അനാലിസിസ് അയാൾ ഉണ്ടാക്കിയെടുക്കും അബൌട്ട് മാരേജ്. അല്ലെ, ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയാണ്? മാരേജ്, മണി, അതുപോലെ തന്നെ ടാങ്കിൾസ് ഓഫ് ഹ്യൂമൻ ടൈസ്, പ്രോബ്ലംസ്, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലംസ്. ഇതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് എടുത്ത് നോക്കിയാൽ ഒരു സാധാരണക്കാരനെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു അനാലിസിസ് ഇങ്ങനെ ഒരാളുടെ ലൈഫിനെ കേട്ടിട്ട് അതിൽ നിന്ന് പലതും അനാലിസിസ് ചെയ്താലുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് അയാൾക്കുണ്ട്. ഹി നെവർ ഓപ്പൺഡ് ഹിസ് മൗത്ത് ടിൽ ദ അതർ ഹാഡ് സ്പോക്കൺ ഫോർ അറ്റ്ലീസ്റ്റ് 10 minutes. അയാളുടെ മുമ്പിൽ വരുന്ന ഒരാൾക്കാർ 10 മിനിറ്റിലെങ്കിലും അയാളോട് അവരെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ അവരെപ്പറ്റി ഒരു ഏകദേശ ധാരണ നമ്മുടെ ആസ്ട്രോളജറിന് കിട്ടും. അതുവരെ അയാൾ വാ മിണ്ടില്ല, വാ തുറക്കില്ല. വിച്ച് പ്രൊവൈഡഡ് ഹിം എനഫ് സ്റ്റഫ് ഫോർ ഡസൻ ആൻസേഴ്സ് ആൻഡ് അഡ്വൈസസ്. ഒരു 10 മിനിറ്റ് നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ഈ ആസ്ട്രോളജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ആസ്ട്രോളജർ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അയാളുടെ മനസ്സിൽ അയാൾ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭാവിയും കാര്യങ്ങളൊക്കെ അവരോട് പ്രഡിക്റ്റ് ചെയ്യും. When he told the person before him, gazing at his palm, in many ways you are not getting enough results for your efforts. 9 out of 10 were disposed to agree with him, or he questioned, is there any woman in your family, maybe even a distant relative, who is not well disposed towards you? Or else he gave an analysis of character. അയാൾ കൂടുതലും ചെയ്യുന്ന ഇത്രയൊക്കെ ഉള്ളൂ. ഒരാളെ കണ്ട് അയാളുടെ കൈ നോക്കിയിട്ടൊക്കെ അയാളോടൊക്കെ പറയും, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ, പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആദ്യം അയാൾ പറയും. അല്ലെങ്കിൽ അയാൾ പറയും, നിങ്ങളുടെ ഫാമിലിയിലോ ഒന്നില്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ട് ആരെങ്കിലും നിങ്ങളോട് അധികം ഇഷ്ടമല്ലാത്ത, അതൊരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആകാം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിടും. ഇതൊന്നും നടന്നില്ല, പാളിപ്പോയെങ്കിൽ അയാൾ അവസാനം എന്ത് ചെയ്യും? നമ്മളെപ്പറ്റി ഒരു ഏകദേശം ഒരു അനാലിസിസ് അയാൾ പറയും. അപ്പോൾ ഏതൊരു ഫാമിലി എടുത്താലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നമുക്ക് തന്നെ ചില സമയത്ത് തോന്നും നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം നമുക്ക് നടക്കുന്നില്ല എന്നുള്ളത്. അത് ഏതൊരു മനുഷ്യനും ഒരു 10 9 ആളുകളും അത് സമ്മതിക്കും. അതുപോലെ പിന്നെ നമ്മുടെ ഫാമിലിയിലുണ്ടാവും ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറെ നമ്മൾ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അതും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും, ശരിയാണല്ലോ, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. സോ ഇതെല്ലാം ഒരു കോമൺ മാൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പിടിച്ചാണ് നമ്മുടെ ആസ്ട്രോളജർ മുന്നോട്ട് പോകുന്നത്. വൺ ഡേ ദ നട്ട്സ് വെൻറ്റ് ബ്ലൂ ഔട്ട് ഓഫ് ഹിസ് ഫ്ലെയർ ആൻഡ് റോസ് ടു ഗോ ഹോം. ദിസ് വാസ് എ സിഗ്നൽ ഫോർ ദി ആസ്ട്രോളജർ ടു ബണ്ടിൽ അപ് ടു. ഒരു ദിവസം ഒരു നട്ട്സ് വെൻഡർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റ് കടക്കാരുടെ ലൈറ്റിൽ നിന്നാണ് നമ്മുടെ ആസ്ട്രോളജർ ഇരുന്ന് അയാളുടെ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ നട്ട്സ് വെൻഡർ, അതായത് നട്ട്സ് വിൽക്കുന്ന സെല്ലർ, അയാളുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അയാൾ വീട്ടിലേക്ക് പോവുകയാണ്. സോ ദിസ് ഇസ് ആക്ച്വലി എ സിഗ്നൽ ഫോർ ദി ആസ്ട്രോളജർ ടു ബണ്ടിൽ അപ് ടു. അയാൾ എണീറ്റ് പോകേണ്ടി വരും, കാരണം ലൈറ്റ് ഇയാൾ ഓഫ് ചെയ്യുവാണ്. ഹി പിക്ഡ് അപ്പ് ഹിസ് പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ് ആൻഡ് വാസ് പുട്ടിംഗ് ദം ബാക്ക് ഇൻ ടു ഹിസ് ബാഗ്. ഹി സോ എ മാൻ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. അപ്പോൾ എല്ലാം എടുത്ത് അയാളുടെ വീട്ടിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ മുന്നിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ ആസ്ട്രോളജർ കാണുന്നത്. ഹി സെൻസ്ഡ് എ പോസിബിൾ ക്ലയൻറ്റ് ആൻഡ് സെഡ്, you look so careworn. It will do you good to sit down for a while and chat with me.
അപ്പോൾ നമ്മുടെ ആസ്ട്രോളജറിന് മനസ്സിലായി തനിക്ക് പറ്റിയൊരു ഇരയാണ് വരുന്നത്. അപ്പോൾ ആസ്ട്രോളജർ പറയുന്നു, നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒന്ന് വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക എന്നോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അറിയാനും എന്നിൽ നിന്നും അറിയാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം, എന്നാൽ നിങ്ങളുടെ ഭാവിയൊക്കെ പറയാം എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞ് ഇയാളെ ഈ സ്ട്രേഞ്ചറിനെ പിടിച്ചിരുത്താൻ നോക്കുകയാണ്. I have some questions to ask. If I prove you are bluffing, you must return that Anna to me with interest, stranger said. അപ്പോൾ സ്ട്രേഞ്ചർ പറഞ്ഞു, ശരി, എല്ലാം സംഭവിച്ചു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാം, പക്ഷേ എനിക്ക് ചില ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഇനി ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ എന്നെപ്പറ്റി നിങ്ങൾ പറയുന്ന കാര്യം തെറ്റാണല്ലോ, നിങ്ങൾ എന്നെ എന്താ പറയുക കബളിപ്പിക്കുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന പൈസ നിങ്ങൾ അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി എനിക്ക് തിരിച്ചു തരണം എന്ന് ഈ സ്ട്രേഞ്ചർ പറയാണ്. The astrologer sent up a prayer to heaven as the other lit a cheroot. The astrologer caught a glimpse of his face by the matchlight. He felt very uncomfortable. അപ്പോൾ ഈ ഒരു ആസ്ട്രോളജർ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ കവടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹം ഒരു പ്രയറിലേക്കൊക്കെ പോവാണ്. ഓക്കെ, ഒരു ജോത്സ്യൻ എങ്ങനെയാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു മൂഡിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ ഒരു സിഗരറ്റ് വലിക്കുന്നു ഇരുന്ന്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ആസ്ട്രോളജർ ഈ സ്ട്രേഞ്ചറിൻ്റെ ഫേസ് കാണുകയാണ്. കാരണം അത് സന്ധ്യാസമയമായി ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഫെൽറ്റ് വെരി അൺകംഫർട്ടബിൾ. ഇത് കാണുന്ന മാത്രയിൽ നമ്മുടെ ആസ്ട്രോളജറിന് ഭയങ്കര ടെൻസ്ഡ് ആവണം, അയാൾക്ക് പറ്റുന്നില്ല, അയാൾക്ക് എന്തോ അയാളുടെ ഫേസൊക്കെ മാറുന്നു. ആസ്ട്രോളജർ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവുന്നുണ്ട്. Here, take your Anna back. I am not used to such challenges. It is late for me today. He made preparations to bundle up. അപ്പം നമ്മുടെ ആസ്ട്രോളജർ പറയുകയാണ്, നിങ്ങളുടെ പൈസയൊന്നും എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ ചലഞ്ചസ് ഒന്നും എടുക്കാൻ പറ്റണില്ല, ഒരു കാര്യം ചെയ്യൂ, എനിക്ക് സമയം വൈകി, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് സ്ട്രേഞ്ചർ ഹെൽഡ് ഹിസ് റിസ്റ്റ് ആൻഡ് സെറ്റ്. അപ്പോൾ സ്ട്രേഞ്ചറിന് ദേഷ്യം കയറി തുടങ്ങി. സ്ട്രേഞ്ചർ പറഞ്ഞു, യു കാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നൗ, യു ഡ്രാഗ്ഡ് മീൻ വൈൽ ഐ വാസ് പാസിങ്. ഞാനല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, നിങ്ങളാണ് എന്നെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ തരുന്ന പൈസ നിങ്ങൾ പിടിച്ചിട്ട് എൻ്റെ ഭാവി, അതായത് എന്താണ് ഞാൻ പറയുന്നത് ചോദിക്കുന്നത് അത് നിങ്ങൾ പ്രവചിക്കുക, നിങ്ങളുടെ ജ്യോതിഷം വെച്ചിട്ട് നിങ്ങളത് പറയുക. and അതുപോലെ തന്നെ എന്താണ് ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ഭാവി അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജ്യോതിഷം പ്രെഡിക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നം ഞാനിവിടെ ഉണ്ടാക്കുമെന്ന് സ്ട്രേഞ്ചർ പറയുവാണ്. And the astrologer shivered in his grip, and he and his voice shook and became faint. The stranger was very rough and don't want to hear the typical predictions. അതായത് ഇദ്ദേഹത്തിനൊരു കാര്യമുണ്ട്, അതായത് സാധാരണ ഒരു ജ്യോത്സ്യം പറയുന്ന രീതിയിലുള്ള വർത്തമാനമൊന്നും ഇവിടെ വേണ്ട. അദ്ദേഹത്തിന് എന്താ പറയുക, അദ്ദേഹത്തിന് താല്പര്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാണ് സ്ട്രേഞ്ചർ നിൽക്കുന്നത്. അതായത് ടിപ്പിക്കലായിട്ടുള്ള പ്രവചനവും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നുള്ളതാണ് സ്ട്രേഞ്ചർ പറയുന്നത്. ദി ആസ്ട്രോളജർ മട്ടേർഡ് എ ഫ്യൂ ഇൻകാൻറ്റേഷൻസ് ആൻഡ് റിപ്ലൈഡ്, യു ആർ ലെഫ്റ്റ് ഫോർ ഡെഡ്, ആം ഐ റൈറ്റ്? ഇനി നമ്മുടെ ആസ്ട്രോളജറിൻ്റെ ഊഴാണ്. ആസ്ട്രോളജർ പറയുകയാണ്, നിങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ച ആളാണ്, നിങ്ങൾ മരിച്ചുപോയെന്ന് ആളുകൾ വിചാരിച്ചതാണ്, ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടെൽ മീ മോർ. അപ്പം നമ്മുടെ സ്ട്രേഞ്ചറിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സർപ്രൈസ്ഡ് ആവുകയാണ്. അയാൾ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ ബാക്കിയും കൂടി പറയൂ എന്ന് പറയാണ്. എ നൈഫ് ഹാസ് പാസ് ത്രൂ യു വൺസ് സെഡ് ദ ആസ്ട്രോളജർ. എന്നിട്ട് ആസ്ട്രോളജർ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു കത്തി ആഴത്തിൽ മുറിവേറ്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കത്തി കടന്നു പോയിട്ടുള്ളൊരു ശരീരമാണ് നിങ്ങളുടെ, ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് ദെൻ യു വർ പുഷ്ഡ് ഇൻ ടു എ വെൽ നിയർ ബൈ ഇൻ ദ ഫീൽഡ്, യു വർ ലെഫ്റ്റ് ഫോർ ഡെഡ്. എന്നിട്ട് നിങ്ങളെ ഒരു കിണറ്റിൽ, ഒരു പൊട്ട കിണറ്റിൽ ഗുന്തിയിട്ടു, നിങ്ങൾ അവിടെ കിടന്ന് മരിക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങൾ മരണത്തിൽ നിന്ന് ജയിച്ചു വന്നവനാണ്. ഐ ഷുഡ് ഹാവ് ബീൻ ഡെഡ് ഇഫ് സം പാസർ ബൈ ഹാഡ് നോട്ട് ചാൻസ് ടു പീപ്പ് ഇൻ ടു ദ വെൽ. അപ്പോൾ സ്ട്രേഞ്ചർ പറയുന്നത് ശരിയാണ്, ഒരു ചില അതിലൂടെ കടന്നുപോയ കിണറിൻ്റെ വക്കത്തൂടെ കടന്നുപോയ ചില യാത്രക്കാരാണ് എന്നെ രക്ഷിച്ചത്, താങ്കൾ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് സ്ട്രേഞ്ചർ ഭയങ്കര സർപ്രൈസ്ഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. വെൻ ഷാൽ ഐ ഗെറ്റ് അറ്റ് ഹിം, ഹി ആസ്ഡ്. എന്നിട്ട് അടുത്ത് ചോദിക്കുകയാണ്, എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയ അവനെ എനിക്കെന്ന് പിടിക്കാൻ പറ്റും, അതായത് എന്നെ കൊല്ലാൻ ശ്രമിച്ച അവനെ എനിക്കെന്ന് പിടിക്കാൻ പറ്റും എന്ന് സ്ട്രേഞ്ചർ നമ്മളുടെ ആസ്ട്രോളജറോട് ചോദിക്കുകയാണ്. ഇൻ ദ നെക്സ്റ്റ് വേൾഡ്, ഹി ഡൈഡ് 4 months ago in a far off town. യു വിൽ നെവർ സീ എനി മോർ ഓഫ് ഹിം. പറയാണ്, നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്തായാലും അവൻ മരിച്ചു 4 മാസങ്ങൾക്ക് മുമ്പ്, എന്തായാലും നിങ്ങൾക്കിനി അവനെ കാണാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ആ ഒരു ഘാതകൻ മരിച്ചിരിക്കുന്നു. ദ ആസ്ട്രോളജർ കോൾസ് ദ സ്ട്രേഞ്ചർ ബൈ ഹിസ് നെയിം ഗുരു നായക്. എന്നിട്ട് ആസ്ട്രോളജർ
നമ്മളുടെ ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ മുഖത്ത് നോക്കി അയാളുടെ പേര് വിളിക്കുകയാണ്, ഗുരുനായക് എന്ന് വിളിക്കുകയാണ്. ഹി അഡ്വൈസ്ഡ് ഹിം ടു റിട്ടേൺ ടു ഹിസ് ഹോം ഇമ്മീഡിയറ്റ്ലി ആസ് ഹിസ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഹി ആസ്ക്ഡ് ഹിം ടു ട്രാവൽ നോർത്ത് വേർഡ്സ് ആൻഡ് നെവർ ട്രാവൽ സൗത്ത് വേർഡ്. എന്നിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. അതായത് നിങ്ങൾ എന്താ പറയുക, ട്രാവൽ നോർത്ത് വേർഡ്സ്, അതായത് നോർത്ത് വേർഡ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നെവർ ട്രാവൽ സൗത്ത് വേർഡ്സ്, സൗത്ത് വേർഡ്സിലേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവുക. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഡേഞ്ചറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ സ്ട്രേഞ്ചർ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആണ്. തൻ്റെ പേര് വരെ ഈ ഒരു ജോത്സ്യൻ എന്താ പറയുക പ്രവചിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുകയാണ്. ഇയാൾക്ക് ഇത്രയും ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹം വീണു പോവുകയാണ്. ആൻഡ് ഹി ഓൾസോ റിപ്ലൈഡ് ദാറ്റ് ദ കൾപ്രിറ്റ് ഹാഡ് ഡൈഡ് ബീങ് ക്രഷ്ഡ് അണ്ടർ എ ലോറി 4 months ago. ഹി ഗിവ്സ് മണി ആൻഡ് ലിവ്സ്. എന്തായാലും സ്ട്രേഞ്ചറിന് ഭയങ്കര സങ്കടമുണ്ട് ഒരു കാര്യത്തിൽ. തൻ്റെ കൊല്ലാൻ വന്ന ആ ഒരു എനമി അയാൾ മരിച്ചുപോയി 4 മാസത്തിന് മുമ്പ് എന്ന് പറഞ്ഞു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിവെഞ്ച് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ ആസ്ട്രോളജർ പറയുന്നുണ്ട് 4 മാസം മുമ്പ് വെറുതെ അല്ല അയാൾ മരിച്ചത്, അയാളൊരു ലോറി ഇടിച്ച് ക്രഷ്ഡ് ആയിട്ടാണ് മരിച്ചത്. സോ പേടിക്കേണ്ട, അവൻ ഏറ്റവും മോശമായിട്ടുള്ളൊരു മരണം തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ആസ്ട്രോളജർ ഇയാളെ പറഞ്ഞു വിടുകയാണ്. It was nearly midnight when the astrologer reached home. His wife was very happy with his journey. അങ്ങനെ രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. Before they went to sleep, he reveals that flashback to his wife and said, "Great Lord is gone from him on the day." എന്നിട്ട് പറയുവാണ് വൈഫിനോട്, എന്താ പറയുക, എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരമാണ് ഇറങ്ങിപ്പോയത് എന്ന് പറയുകയാണ്. ഇത്രയും നാൾ ഞാൻ കാത്തുവെച്ച ഒരു 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 പേടി എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ എന്ന് ഭാര്യനോട് പറയുവാണ്. That is, when he was a silly youngster, he drank, gambled and quarreled badly one day. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുവാണ് തൻ്റെ ഫ്ലാഷ് ബാക്ക്. അതായത് താൻ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് കുടിച്ചിട്ട് എന്താ പറയുക, ഗാമ്പിൾഡ് അല്ലെങ്കിൽ കളിച്ച് അയാൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടു. അങ്ങനെ ആളുകളായിട്ട് തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പം ഹി ഹാഡ് എ ഫൈറ്റ് ആൻഡ് സ്റ്റാബ്ഡ് ഗുരുനായക് എന്ന് പറയുന്ന ഈ സ്ട്രേഞ്ചറിനെ അയാളന്ന് സ്റ്റാബ് ചെയ്തു, കുത്തിയതാണ് കത്തി വെച്ചിട്ട്. ആൻഡ് ലെഫ്റ്റ് ഹിം ഫോർ ഡെഡ്. അയാൾ മരിച്ചു എന്ന് കരുതി താൻ നാട് വിട്ടതാണ്. ലേറ്റർ ഹി റാൻ അവേ ഫ്രം ഹോം ആൻഡ് സെറ്റിൽ. അങ്ങനെയാണ് ഈ നാട്ടിൽ താൻ എത്തിയതും ഇങ്ങനെ ഇഷ്ടമല്ലാത്തൊരു ജോലി താൻ ചെയ്യേണ്ടി വന്നതും. ആൻഡ് ദെൻ ഓൺ എ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഹി ഗോസ് ടു സ്ലീപ്പ്. അങ്ങനെ വളരെ ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെ അത്രയും നാളയാൾ താങ്ങി വെച്ച ആ ഒരു ഭാരം അയാൾ ഇറക്കി വെക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദി ഷോർട്ട് സ്റ്റോറി ആൻ ആസ്ട്രോളജിസ്റ്റ് ഡേ. ഐ എം മൂവിങ് ടു ദി അനാലിസിസ് പാർട്ട്. ദറ്റ് ഈസ് മേജർ തീംസ്. ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റിസിസം. അതായത് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തീം എന്ന് പറയുന്നത് മിസ്റ്റിസിസം ആണ്. മിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ പറയുക, എ കൈൻഡ് ഓഫ് ഒരു രഹസ്യം എന്ന് പറയില്ല. അതായത് ഇറ്റ് ഹൈലൈറ്റ്സ് റിലയൻസ് ഓൺ സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾസ് ഡിസയർ ഫോർ ഗൈഡൻസ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം ദർ ഈസ് എ കൈൻഡ് ഓഫ് മിസ്റ്റിസിസം. എന്തോ ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതൊരു സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണെന്ന് ഒരു പക്ഷേ പറയാം. പക്ഷേ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഈ എന്താണ് നമ്മുടെ ലൈഫിൽ മറ്റൊരാൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലൂടെ നമുക്കൊരാശ്വാസം കിട്ടുക, എന്തോ ഒരു രഹസ്യ ഒരു ഇത് ഒരാൾക്ക് ഒരു കഴിവുണ്ടാവുക എന്നൊക്കെ പറയുന്നത്, അത് ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു മിസ്റ്റിസിസം, ഈ രഹസ്യ അല്ലെങ്കിൽ ഈ ഒരു അജ്ഞാതമായിട്ടുള്ള ഈ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൊണ്ടിട്ട് ആളുകളുടെ എന്താ പറയുക, ആളുകളുടെ ആ ഒരു ഡിസയർ ഫോർ ഗൈഡൻസ്, അതായത് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളൊരു സാധാരണ ഒരാളുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് പോവുക, ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ അതാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റൽ റിലയൻസ് ഓൺ മിസ്റ്റിസിസം, അതായത് മിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് എങ്ങനെയാണ് സൊസൈറ്റി ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്യുന്നതെന്ന് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ആക്ച്വലി ഷോയിങ് ആൻ അബ്സേർഡിറ്റി ഓഫ് പീപ്പിൾ വില്ലിങ്നെസ് ടു ബി ഡിസീവ്ഡ്. ആളുകൾ ചതിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചതിക്കുഴിയുടെ ഒരു കാരണം ഇത്തരത്തിലുള്ള മിസ്റ്റിസിസം ആണെന്ന് ഈ ഒരു സ്റ്റോറി പഠിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ആസ്ട്രോളജർ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ അയാളെ വിശ്വസിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. സോ അത് ശരിക്കും പറഞ്ഞാൽ ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ലേ, കാരണം അദ്ദേഹം റിയൽ ആയിട്ടുള്ളൊരു പേഴ്സണേ അല്ല. സോ മിസ്റ്റിസിസം അല്ലെങ്കിൽ ഒരു രഹസ്യമായിട്ടുള്ള ആ ഒരു
ഒരു ആയിട്ടുള്ള ഒരു രഹസ്യവാദം അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ആയിട്ടുള്ള എബിലിറ്റി ഇവിടെ പലപ്പോഴും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ദി സെക്കൻഡ് തീം ഈസ് ഗിൽറ്റ് ആൻഡ് ഫിയർ. അതായത് കുറ്റബോധവും പേടിയും അതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഡ്യൂ ടു ഗിൽറ്റ് ആൻഡ് ഫിയർ റിസീവ്സ് ന്യൂ ഐഡൻറ്റിറ്റി ഇൻ എ ന്യൂ പ്ലേസ്. തൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ തനിക്ക് അതിനെപ്പറ്റി ഉണ്ടായിരുന്ന ഒരു ഗിൽറ്റി ഫീലിംഗ്, അതുപോലെ തന്നെ അതിനെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ, തനിക്ക് ഇത്ര നാൾ ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സോ അത് കാണിക്കുന്നത് അയാളുടെ ഗിൽറ്റും അയാളുടെ ഫിയറുമാണ് അയാളെ വേറൊരു സ്ഥലത്ത് പുതിയൊരു മനുഷ്യനാക്കി, പുതിയൊരു പ്രൊഫഷൻ, പുതിയൊരു ഐഡൻറ്റിറ്റി അയാൾക്ക് എടുക്കേണ്ടി വന്നത്. ദെൻ ഐഡൻറ്റിറ്റി, ദറ്റ് ഈസ് ഇവിടെ ആസ്ട്രോളജറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫാബ്രിക്കേറ്റഡ് ഐഡൻറ്റിറ്റിയാണ്. അയാളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും അയാളുടെ സ്വന്തം ഐഡൻറ്റിറ്റി അല്ല, അയാൾ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. അയാളുടെ ഫോർ ഫാദേഴ്സിനൊന്നും ഈ ഒരു കഴിവുമില്ല, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അയാൾക്കില്ല എന്ന് പറയുന്നുണ്ട്. ഫാമിംഗ് ആണ് അവരുടെ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇത് ഈസ് ആക്ച്വലി ഫോർ സെൽഫ് പ്രിസർവേഷൻ. എൻ്റെ ലൈഫ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ജസ്റ്റ് ഒരു മാർഗം മാത്രമാണ് എൻ്റെ ഈ ഒരു ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മുടെ ആസ്ട്രോളജറിനെ കൊണ്ട് ഓദർ വ്യക്തമാക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി just a way or a method for self preservation. Then revenge അല്ലേ, ഇത് ആയിട്ടൊരു പ്രതികാരദാഹിയായിട്ടാണ് നമ്മുടെ സ്ട്രേഞ്ചർ ഇവിടെ വരുന്നത്. പക്ഷേ അയാളുടെ റിവെഞ്ച് അയാൾ റിവീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഫേഡഡ് ബൈ ദി ആസ്ട്രോളജർ. അതായത് മനുഷ്യൻ്റെ വാക്കുകൾക്കും ഒരുപക്ഷെ വിധിയെ തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ പറയുന്നത്. ദെൻ ഫെയ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിൻ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫോർമൽ പണിഷ്മെൻറ്റ് ഹീ ആക്ച്വലി റാൻ അവേ ഫ്രം ഹിസ് ഹോംലാൻഡ്. അയാളുടെ ഫോർമൽ പണിഷ്മെൻറ്റ് പേടിച്ചിട്ടാണ് അയാളുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആളുകളെ പേടിച്ച് ഓടിപ്പോകുന്നത്. സോ ഇത്രയും നാളൊരു വർഷം അയാൾ ഈ ഒരു കുറ്റബോധവും വിഷമവും പേടിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നു. ആൻഡ് ഒരു തരത്തിലൊരു വിധിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇറ്റ്സ് ആക്ച്വലി എ കൈൻഡ് ഓഫ് ഫേറ്റ്. സോ പേഴ്സണൽ ആക്ഷൻസ് ഓർ ഹ്യൂമൻ വേർഡ്സ് ക്യാൻ ഓൾസോ ചേഞ്ച് ഫേറ്റ്. പക്ഷേ ഇത്രയും നാൾ അയാൾ കൊണ്ടു നടന്ന ഈ ഒരു വിധി, ഞാനിങ്ങനെ ജീവിക്കേണ്ടി വന്നല്ലോ എന്ന് ചിലപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. അതൊരു കൈൻഡ് ഓഫ് ഫേറ്റ് ആണ്. പക്ഷേ ആ ഫേറ്റ് ഒരൊറ്റ നിമിഷത്തിൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന ചെറിയ ഒരു നുണ കാരണം അത് അലിഞ്ഞു പോവുകയാണ്. സോ ആ ഒരു പേഴ്സണൽ ആക്ഷൻസിനും ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഫെയ്റ്റിന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. ദെൻ റിലീജിയൻ, അതായത് ഹി യൂസസ് പൽമൈറ ലീവ്സ്. നമ്മുടെ ഈ ഒരു ആസ്ട്രോളജർ അയാൾ താളിയോലകൾ ഉപയോഗിക്കുന്നുണ്ട്, ഹോളി ആഷ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാഫ്രോൺ കളറിലെ ടേബൻ തലയിൽ ചുറ്റുമെന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റംസ് എല്ലാം അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദർ ഈസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ഹിസ് റിലീജിയസ് അപ്പിയറൻസ് ആൻഡ് ഹിസ് ഒക്യുപ്പേഷൻ. അയാളുടെ ജോലിയുമായി റിലീജിയനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് ബന്ധമുണ്ട് ശരിക്കും, പക്ഷേ അയാളത് അവിടെ ഉപയോഗിക്കുന്നില്ല. അയാൾ ജസ്റ്റ് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭസ്മവും ചാരമൊക്കെ പൂശി അവിടെ ഇരിക്കുന്നത്. സോ റിലീജിയനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവട വസ്തു, ഒരു കമ്മോഡിറ്റി പോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി സ്റ്റോറി ഫോക്കസസ് റിലീജിയൻ ഇസ് നോട്ട് ഡെപിക്റ്റഡ് ആസ് എ മോറൽ ഗൈഡ് ഓർ സിമ്പിൾ ഓഫ് സ്പിരിച്വാലിറ്റി ബട്ട് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ്. ഇവിടെ സ്വന്തം വയറ് നിറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ ഒരു ദിവസമുള്ള ആഹാരം കഴിച്ചു പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് റിലീജിയൻ അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ അയാൾക്ക് റിലീജിയസ് ആയിട്ടുള്ള ഒരു കഴിവോ അല്ലെങ്കിൽ റിലീജിയനോട് ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു ആസ്ട്രോളജറായിട്ട് ഇവിടെ നമ്മുടെ ഓദർ ഡെപിക്റ്റ് ചെയ്യുന്നത്. So that is the end of the video. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.